പലരും ആവശ്യപ്പെട്ടതനുസരിച്ച് എൻ്റെ ഒരു ഫുൾ ഡേ കാണിക്കാൻ പലരും പറഞ്ഞിരുന്നു. അപ്പോൾ ഫുൾ ഡേ ആയിട്ട് കാണിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു ആ രീതിയിൽ വീഡിയോ എടുത്തിട്ടുള്ള ഒരു പരിചയമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ ഒരു ദിവസം, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ദിവസം, ഞാനിത് സാറ്റർഡേ എടുത്ത വീഡിയോ ആണ് കാണുന്നത്. സാറ്റർഡേ ഈവനിങ്ങിൽ ഞങ്ങൾ ചെയ്ത കുറച്ച് കാര്യങ്ങൾ, അതായത് കുറച്ച് കുക്കിംഗ് ഉണ്ട്, ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാല് പരിചയമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ ചെയ്ത് ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് പരിചയമില്ല. ബാക്കി കുക്കിംഗ് ഒക്കെ നമ്മുടെ ഓക്കെയാണ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടി കാണിച്ചു തരാം, നമുക്കത് കറക്റ്റ് ചെയ്യാം. പിന്നെ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ സവാള പൊളിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിന് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് പറഞ്ഞുതരാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സവാള മുറിക്കുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരാറില്ല. അപ്പോൾ അതിനെനിക്ക് കഴിഞ്ഞ ഒരു കുറച്ച് നാൾ മുന്നേ ചിറ്റ പറഞ്ഞു തന്നൊരു ടിപ്പാണ്. ഞാനിപ്പോൾ ഇതാണ് ചെയ്യാറുള്ളത്. ഇതുപോലെ സവാള മുറിച്ച് തന്നെ വെള്ളത്തിലേക്ക് ഇടും, സവാളയുടെ തൊലി മാറ്റി കഴിഞ്ഞിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വരില്ല. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, ഞാനിപ്പോൾ നമ്മുടെ ഉള്ളി ബജ്ജി ഉണ്ടാക്കാൻ പോവാണ് വൈകുന്നേരം ചായക്ക് കഴിക്കാൻ. പിന്നെ രാത്രി ചപ്പാത്തിക്ക് ഫ്രൈഡ് ഓണിയൻ എഗ് മസാല ഉണ്ടാക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടി ആകുമ്പോൾ കൂടുതൽ സവാള വേണ്ടി വരും. അപ്പോൾ സവാള മുറിക്കുന്നതും പൊളിക്കുന്നതും ഒക്കെ ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടാകും. ഒരു പ്രാവശ്യം തന്നെ നമുക്ക് ഇങ്ങനെയുള്ള ജോലികൾ, ഇപ്പോൾ ഉള്ളി നന്നാക്കുക അല്ലെങ്കിൽ സവാള നന്നാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ച് തന്നെ തീർക്കാം. പിന്നെ ഞാൻ ഇഞ്ചിയും കൂടി നേരെയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് വാഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ 2 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്, 2 അല്ലിയും കൂടി വേണം. ഒരു വാഷ് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലാണ് എടുത്ത് വയ്ക്കുന്നത്. ചെടിയിലേക്ക് ഇടുന്ന സമയമാകുമ്പോൾ ആ പ്ലേറ്റിൽ നിന്ന് മാറ്റുള്ളൂ. ഒരു പ്ലേറ്റിലേക്ക് ഒരുമിച്ച് വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിൽ ആദ്യമേ തന്നെ നമ്മൾ ഉള്ളി ബജിക്കുള്ള സവോള എത്ര എണ്ണാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ബജിയുടെ മിക്സ് റെഡിയാക്കുന്ന പാത്രത്തിലേക്ക് മാറ്റുക. ഇതിൻ്റെ എല്ലാം റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള വീഡിയോകൾ തന്നെയാണ്. അപ്പോൾ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനിപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ ഒരു ഈവനിങ് റുട്ടീൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്ക് ആ രീതിയിൽ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് രണ്ടും സെയിം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ എന്താ നമ്മുടെ സവാള വടക്കുള്ള കാര്യങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സവാള വടയിൽ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. ഇതുപോലെ ഒന്ന് കുറച്ച് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ സവാളയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. സവാള ഇതുപോലെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നു കഴിയുമ്പോൾ നമ്മൾ ബാക്കിയുള്ള സവാള ഫ്രൈഡ് ഓണിയൻ എഗ് മസാലയ്ക്കുള്ള സവാളയൊക്കെ മുറിച്ച് വരുമ്പോൾ ഇത് റെഡിയായി ഉണ്ടാവും. അപ്പോൾ ഈസി ആയിട്ട് ജോലികൾ തീർക്കുക. ഇത് സാധാരണ ഞാൻ കുക്കിംഗ് വീഡിയോ ഷൂട്ട് ചെയ്യാത്ത സമയത്ത് ഇതുപോലെയാണ് എൻ്റെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുള്ളത്. എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് തന്നെ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് അത്രയും സമയം സേവ് ചെയ്യാം. പിന്നെ ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇതിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരട്ടെ. അപ്പം ഞാൻ എന്താ ഇപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഫ്രൈഡ് ഓണിയൻ എഗ് മസാലയ്ക്കുള്ള കട്ടിങ് മുഴുവൻ തീർത്തുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഉള്ളി വടയുടെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അതായത് നമ്മൾ ഉള്ളി ഉപ്പ് ചേർത്ത് വെച്ചിട്ട് കുറച്ച് സമയമായി. പിന്നെ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ എപ്പോഴും അയമോദകം കൂടുതൽ ചേർക്കാറുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ആസ് യൂഷ്വൽ സാധാരണ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാക്കുന്നതാണ് ഉള്ളിവട. പിന്നെ അതിൻ്റെ ഇപ്പോൾ റെസിപ്പി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് ഒന്നും പറയാതെ ഡയറക്റ്റ് എല്ലാം ചേർക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് മാത്രമേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഡിസ്പ്ലേ എടുത്ത് വയ്ക്കാറുള്ളൂ. ഡിസ്പ്ലേ എന്ന് വെച്ചാൽ ബൗളിലേക്ക് എടുത്ത് വയ്ക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ഇതുപോലെയാണ് നമ്മൾ സാധാരണ എല്ലാവരും വീട്ടിൽ കുക്ക് ചെയ്യുന്ന രീതി ഇതുപോലെയാണല്ലോ. ഉള്ളിയിൽ നിന്ന് തന്നെ വെള്ളം വരുന്നതുകൊണ്ട് നമുക്കിനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എന്താ 2 കാര്യങ്ങളും ഒരുമിച്ച് തന്നെ ചെയ്യാൻ പോവാണ്. നമ്മുടെ ഉള്ളി ബജ്ജി ഉണ്ടാക്കാൻ പോവാണ്, അതുപോലെ തന്നെ എഗ് മസാല ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ 2നും പാത്രങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ കിച്ചണിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, കിച്ചണിലല്ല ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്, പൊടിയുടെ പ്രശ്നം ഉള്ളതുകൊണ്ട്. അപ്പോൾ ഞാൻ വർക്ക് ഏരിയയിലാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. അതിൻ്റേതായിട്ടുള്ള കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് കിച്ചൺ ഫുള്ളായിട്ട് കാണിക്കാത്തത്. ഇത് 2 കാര്യങ്ങളും ചെയ്ത് ചായയൊക്കെ കുടിച്ചിട്ട് വേണം 1-2
സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. ഒരു ചെറിയ ഷോപ്പിംഗ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വേഗം കാര്യങ്ങൾ നീക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് തന്നെ ഉള്ളി ബജിയും കുറച്ചായിട്ട് പൊരിച്ചെടുക്കാം. സവോളയും നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇല്ല ഇതാ നമ്മുടെ ഉള്ളിവടയുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയി കഴിഞ്ഞു. അതുപോലെ സവോളയും ഒരു 3/4 ഭാഗത്തോളം സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത ബാച്ച് ഞാൻ ഇടാൻ പോവാണ്. ചിപ്സ് ഒന്ന് വെക്കും. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചൂസ് ഉണ്ട്. അപ്പോൾ കിച്ചൂസ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഞങ്ങളപ്പോൾ ഷോപ്പിങ്ങിന് പോകുന്ന കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ എല്ലാവരും ഓരോരോ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നാലേ ഒരുമിച്ച് കാര്യങ്ങൾ നീങ്ങുള്ളൂ. അതുകൊണ്ടാണ് കിച്ചൂസിൻ്റെ ഷർട്ട് അയൺ ചെയ്തിട്ട് വേണം. രാജുവേട്ടൻ ഷർട്ട് അയൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ കിച്ചൂസ് സവോള വഴറ്റി തരുമ്പോൾ കാര്യങ്ങളെല്ലാം വേഗം മുന്നോട്ട് നീങ്ങും. 3 പേരും ഒരുമിച്ച് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കാര്യങ്ങൾ നീങ്ങുമല്ലോ. അപ്പോൾ നിങ്ങളാണെങ്കിലും വീട്ടിൽ കുട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കുക്കിങ്ങൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കും ചെയ്യാനും ഇൻട്രസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജോലി ഭാരം കുറയുകയും ചെയ്യും. രണ്ടുപേരും കൂടെ അവിടെ മുടി വെട്ടാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ്. അപ്പം ഞാനിത് വേഗം തീർത്തിട്ട് വേണം എനിക്ക് റെഡി ആവാൻ. ഇനി കാപ്പിയും കൂടി റെഡിയാക്കണം. ഞങ്ങളിവിടെ ഈ ഒരു വർക്ക് ഏരിയയിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും അതുപോലെ തന്നെ അയൺ ടേബിളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സ്പേസേ ഉള്ളൂ ഇവിടെ. ഇപ്പോൾ ഞാൻ ഇടുന്ന സ്ഥലം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ബ്ലാക്ക് കോഫിയാണ് കേട്ടോ കുടിക്കുക. കിച്ചൂസാണ് പിന്നെയും പാൽ ചായ കുടിക്കുന്നത്. ഞാൻ ബ്ലാക്ക് കോഫിയാണ് കൂടുതലും കുടിക്കാറുള്ളത്. രാജീവേട്ടനാണെങ്കിൽ ചായയും കാപ്പിയൊന്നും ഇപ്പോൾ കൊടുക്കാറില്ല എന്ന് വെച്ചാൽ ഷുഗർ കൂടുന്ന സമയത്ത് ചായയും കാപ്പിയൊന്നും കൊടുക്കില്ല. അതങ്ങനെ നിർബന്ധമൊന്നുമില്ല ചായയും കാപ്പിയും വേണമെന്ന്. കൂടുതലും തിളപ്പിച്ച വെള്ളമാണ് കുടിക്കുക. അപ്പോൾ ഇതാ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു. ഇനി ഞാൻ ഉടനെ തന്നെ സ്റ്റൗ ഒരു ഡ്രൈ ആയിട്ടുള്ള ക്ലോത്ത് യൂസ് ചെയ്തിട്ട് അങ്ങ് തുടയ്ക്കും. എന്താണെന്ന് വെച്ചാൽ നനഞ്ഞ ക്ലോത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂട് സ്റ്റൗ തുടച്ചാൽ ഗ്ലാസ് ടോപ്പ് ആയതുകൊണ്ട് ഗ്ലാസ് പൊട്ടിപ്പോവും. അപ്പോൾ ഞാൻ ഈ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ തുടച്ചു പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫൈനൽ ക്ലീനിങ്ങിൽ ഈസി ആയിട്ട് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാം. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ചായ പരിപാടികൾ. അപ്പോൾ ഇതാ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് നടത്തിയിട്ട് തരാം. ഏയ് എന്താ പരിപാടി? എന്തിന്നെ കണ്ടാ കുടിച്ചു. ഞങ്ങളിപ്പോൾ പേട്ട വഴിയാണ് പോകുന്നത്. ഇവിടെ മെട്രോയുടെ വർക്കുകളൊക്കെ ഇവിടെ വരെ ആയിട്ടോ. ജംഗ്ഷൻ വരെ എത്തിക്കൊണ്ടിരിക്കുന്നു മെട്രോ. അപ്പോൾ അങ്ങോട്ട് എത്തിയിട്ട് മെട്രോയുടെ വർക്കൊക്കെ കാണാം കേട്ടോ നമുക്ക്. ഇതാണ് മെട്രോയുടെ വർക്ക് നടക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ജംഗ്ഷനാണിപ്പോൾ. ഫൈലിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങളിപ്പോൾ ലുലു മാളിലെത്തി. ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലായില്ല. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അതൊരു മാക്കിന്റെ ട്രക്കാണെന്നറിയാം. സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം എവിടെയാണ് പാർക്കിംഗ് കിട്ടുക എന്ന് നോക്കാം. എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോഴും വരുമ്പോൾ അവർ പോകാൻ പറയുന്ന ഡയറക്ഷനിൽ പോകാറില്ല. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട്
പർച്ചേസ് കഴിഞ്ഞിട്ട് വരാൻ എളുപ്പം എവിടെയാന്ന് നോക്കിയിട്ട് ആ റൂട്ടിലാണ് ഞങ്ങളിങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ പോകാറുള്ളത്. നമുക്ക് ലെക്ക് ഉണ്ടെങ്കിൽ എൻട്രൻസിന്റെ അടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ സ്പേസ് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് അധികം നടക്കേണ്ടി വരും. അടുത്ത റൈറ്റ് ഒരു 11 കാണുന്നുണ്ട് നമ്പർ. അപ്പോൾ അവിടെ എത്തുമ്പോൾ അറിയാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. Straight 7, left 5. Straight 7. Left 3. Left or right? Straight. Straight. ഇവിടെ ലെഫ്റ്റ്. തിരിച്ചെത്തി. ഇപ്പോൾ 10 മണി കഴിഞ്ഞു, 10:15 ആവാറായി. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരുന്നു, റോഡിൽ നല്ല ബ്ലോക്ക് ആയിരുന്നു. അപ്പോൾ ലുലു മാളിൻ്റെ ഇൻസൈഡിലുള്ള വീഡിയോ ഒന്നും അധികം എടുത്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒന്നാമത് വെക്കേഷനാണ്, പിന്നെ സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ തക്കാളി, പിന്നെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഇത് കിച്ചസിനുള്ളതാണ്. പിന്നെ ഇത് അടുത്ത ദിവസം നമുക്ക് പായസം ഉണ്ടാക്കാനുള്ള അട. ഇതും കിച്ചു സ്പെഷ്യലാണ്. ഈ അടയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന അടയല്ല. ഇപ്പോൾ പാലടയ്ക്ക് വാങ്ങിക്കുന്ന അടയും അല്ല. അതുപോലെ തന്നെ നമ്മുടെ അടപ്രഥമൻ ഉണ്ടാക്കാനാണ് ഞാനിപ്പോൾ ഈ അട വാങ്ങിച്ചത്. ഇത് റിബൺ അട എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ സാധാരണ കല്യാണത്തിന് സദ്യകൾക്ക് വീട്ടിൽ ഉണ്ടാക്കില്ലേ, സദ്യകൾക്ക് പാചകക്കാരുണ്ടാക്കുന്ന അട എന്ന് പറയുമ്പോൾ ഏകദേശം ഈ ഷേപ്പ് ആയിരിക്കില്ല, പക്ഷേ ഈ ഒരു വലിപ്പത്തിലായിരിക്കും നമുക്ക് കല്യാണ സദ്യയിൽ പായസത്തിൽ ഉണ്ടാവുക. അപ്പോൾ അതുപോലത്തെ അട കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ അട വാങ്ങിച്ചത്. അപ്പോൾ ഈ അട ഉപയോഗിച്ചിട്ട് പായസം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. സാധാരണ നമ്മൾ അരി അട തന്നെ കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള അടയാണ് വാങ്ങിക്കാറുള്ളത്. പിന്നെയുള്ളത് നമ്മുടെ പലചരക്ക് സാധനങ്ങൾ, ഇതെല്ലാം കിച്ചൂസിനുള്ളതാണ്. സ്പെഷ്യലുകളാണ് കൂടുതലുള്ളത്. പിന്നെന്താ, പിന്നെ 2 പേസ്റ്റ്, ഗ്രീൻ പീസ്, നെസ്കഫേ, ഷേവിംഗ് ക്രീം, ഉലുവ ഒരു പാക്കറ്റും കൂടി ഉണ്ട്. പിന്നെ ഒരു സംഭവം കൂടി ഉണ്ട്. ഇത് കണ്ടോ, എൻ്റെ പ്രിയപ്പെട്ട ബെൽജിയം വാഫിൾസ്. അപ്പോൾ ഞാനിത് നിങ്ങളെ കൊതിപ്പിക്കാൻ പോവല്ല, ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഉള്ളത് ഓട്സ് ആണ്. അപ്പോൾ ഞാൻ ഓട്സ് കഴിക്കാറില്ലായിരുന്നു, കുറച്ച് ദിവസങ്ങളായിട്ട് വീണ്ടും കഴിച്ചു തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓട്സ് കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ
ഹെന്ന, ഈ ഒരു പാക്കറ്റ് ഹെന്ന ഉണ്ടെങ്കിൽ ഞാൻ ഒരു മാസത്തേക്ക് ഹെന്ന ഇടാം. 2 പാക്കറ്റ് ഹെന്ന, സോറി, ഈ 2 പാക്കറ്റ് ഹെന്ന ഉണ്ടെങ്കിൽ എനിക്ക് ഒരു മാസത്തേക്കുള്ളതായി. അപ്പോൾ ഞാൻ ഹെന്ന വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ തൂരപ്പരിപ്പ്, ഇതൊക്കെ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങിച്ചു എന്നേ ഉള്ളൂ. ഒരു മാസത്തേക്ക് ഉള്ള രീതിയിലാണ് വാങ്ങിച്ചത്. പിന്നെ ചെറുപയർ, പിന്നെ എല്ലാ പ്രാവശ്യവും ലുലുവിൽ പോകുമ്പോൾ വാങ്ങിക്കുന്നതാണ്. റസ്ക്, പിന്നെ പഞ്ചസാര, വീണ്ടും അടുത്ത പാക്കറ്റ് ഉലുവ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ ഇഡലി റൈസും ഉഴുന്നുമാണ്. ഞങ്ങൾ ഇനിയിപ്പോൾ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി അല്ലെങ്കിൽ ദോശയാക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഞാൻ 10 കിലോ ഇഡലി റൈസ് ഒരുമിച്ച് വാങ്ങിച്ചു. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇഡലിയും ദോശയും കഴിക്കുമ്പോൾ രാവിലെ ആ ഒരു തളർച്ച വരുന്നില്ല. അപ്പോൾ ഡെയിലി ഇഡലി ദോശ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇഡലി റൈസ് കൂടുതൽ വാങ്ങിച്ചത്. അപ്പോൾ മെയിനായിട്ട് ഇഡലി റൈസ് വാങ്ങിക്കാനും ഉഴുന്ന് വാങ്ങിക്കാനാണ് ഞാൻ ലുലുവിൽ പോയതിൻ്റെ ഉദ്ദേശം. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ അത്യാവശ്യം തീർന്നു തുടങ്ങിയ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നീട് പുറകെ പറയാം. അപ്പോൾ ഇന്നത്തെ കുട്ടി ഷോപ്പിംഗ് ആണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അധികം സാധനങ്ങളൊന്നുമില്ല. കുട്ടി ഷോപ്പിംഗ് ആണ്, അധികം സാധനങ്ങളൊന്നുമില്ല. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞ് ഇൻഗ്രീഡിയൻസ് ടൈപ്പ് ചെയ്തും പെട്ടെന്ന് പറഞ്ഞു വരുമ്പോൾ ഇൻഗ്രീഡിയൻസ് ആയിപ്പോവും. അതുകൊണ്ടാണ് സോറി. അപ്പോൾ എല്ലാവർക്കും ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഏതാണ്, എങ്ങനെയാണ്, ഇനി എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വരുത്തണോ, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഒന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഒതുക്കി വെച്ചിട്ട് ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് അലക്കാനിടണം. കുറേ കാര്യങ്ങൾ പെൻഡിങ് ആണ്. കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കണം. അപ്പോൾ ഇനി കുറേ ജോലികളുണ്ട്. 12 മണിയാകുമ്പോൾ കിടന്നുറങ്ങണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത കുക്കിങ്ങുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.